അങ്ങനെ തമിഴ്നാടിന്റെ ജനനായകൻ അണ്ണാമലൈ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഇക്കുറി കോയമ്പത്തൂരാണ് അണ്ണാമലയുടെ കൈക്കുള്ളിൽ ഒതുങ്ങാൻ പോകുന്നത്. അതിനോടൊപ്പം തമിഴ്നാടും. താൻ രാഷ്ട്രീയത്തിൽ ഇതുവരെ അവധിയെടുത്തിട്ടില്ലെന്നും തന്റെ മാതാവിനെ കണ്ടിട്ട് 2 മാസത്തോളമായെന്നും തമിഴ്നാട് BJP സംസ്ഥാന അധ്യക്ഷൻ കെ അണ്ണാമലൈ പറഞ്ഞിരുന്നു. അത്രത്തോളം ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നത്. രാഷ്ട്രീയ പാർട്ടികളുമായി ഏറ്റുമുട്ടാനല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് എന്നും കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. മാറ്റത്തിനാണ് മത്സരിക്കുന്നതെന്നും 3ാം തവണയും BJP അധികാരത്തിലെത്തിയാൽ തമിഴ്നാട്ടിൽ പൈപ്പ് ലൈനിലൂടെ ഗ്യാസ് വിതരണം ചെയ്യുമെന്നും അണ്ണാമലൈ വാക്കും കൊടുത്തിരുന്നു. കൊങ്കു മേഖലയിലെ കർഷകരുടെയും വ്യവസായികളുടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടിയെടുക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞിരുന്നു. ഇതൊക്കെ DMK കൊടുക്കുന്ന വെറും വാക്കല്ല, നടപ്പിലാകാൻ പോകുന്ന പ്രവർത്തനങ്ങൾക്ക് BJP സ്ഥാനാർത്ഥി നൽകുന്ന വാക്കാണ്. അതിനുള്ള തുടക്കമാണ് ഇന്ന് നൽകിയ നാമനിർദ്ദേശ പത്രിക. പത്രിക സമർപ്പിക്കുന്നതിന് മുൻപായി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തിയിട്ടാണ് അദ്ദേഹം നാമനിർദ്ദേശ പത്രിക നൽകാൻ പോയത്. അതിന്റെ ദൃശ്യം കാണാം. ഇതെല്ലാം മാറുന്ന വികസനത്തിന്റെ തുടക്കമാണ്. അണ്ണാമലൈ വിജയിച്ച് അധികാരത്തിൽ കയറുമ്പോഴേ തമിഴ്നാട്ടിൽ DMK ചെയ്തത് ഒന്നുമല്ല എന്നുള്ള കാര്യം അവർ തിരിച്ചറിയുകയുള്ളൂ. അപ്പോൾ ജനങ്ങൾ തന്നെ സ്റ്റാലിന്റെ മുഖത്ത് നോക്കി ചോദിക്കും, നിങ്ങൾ എന്ത് ചെയ്തു എന്ന്. അതിനുള്ള കാലം വിദൂരമല്ല. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.